ഷീജാസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എനിക്ക് കപ്പ പുഴുങ്ങിയതാണ് കേട്ടോ. കപ്പ പുഴുങ്ങിയതും ഇന്ന് ഞാനൊരു വെറൈറ്റി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ ചമ്മന്തിക്ക്. ചോറിൻ്റെ കൂടെയോ അല്ലെ കപ്പയുടെ കൂടെയോ ചേമ്പിൻ്റെ കൂടെയോ അല്ലെ ചേനയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കപ്പയൊക്കെ ഞാൻ തോലൊക്കെ കളഞ്ഞ് കഴുകി വാരി പിന്നെ വേറൊരു കലത്തിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തിക്കായിട്ട് കുറച്ചേറെ ചെറിയ ഉള്ളിയും ഒരു 2-3 വെളുത്തുള്ളിയും 4-5 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടി ചൂടായതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയും ചൂടായപ്പോഴത്തേക്കും ഞാൻ എടുത്ത് വെച്ചിരുന്ന പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി എടുക്കുവാണേ. അപ്പം കരിയാതെ സൂക്ഷിക്കണം. ഒന്ന് വഴന്ന് വന്നാൽ മതി. വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരയ്ക്കുമ്പോഴത്തേക്കും ഭയങ്കര മഷി പോലെ ഇട്ട് അരയ്ക്കരുത് കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലൊന്ന് വഴന്ന് വന്നതിന് ശേഷം ചൂടാറിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവേ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ. കുറച്ച് നമ്മുടെ ആവശ്യത്തിന് പുളിയും കൂടെ ചേർക്കുക. ഞാൻ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. വാളംപുളിയും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഞാൻ പാത്രത്തിലേക്ക് കുറച്ച് കപ്പ പുഴുങ്ങി എടുത്തിട്ടുണ്ട്, ചമ്മന്തിയും എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം മീൻ വറുത്തതും കുറച്ച് മത്തിച്ചാറും എടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും വായിൽ വെള്ളം ഊറുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ മെയിൻ ഒരു സാധനം കൂടെ ഉണ്ട്, ചായയും കൂടെ കേട്ടോ. എല്ലാവരും ഇതുപോലൊന്ന് ചമ്മന്തി അരച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ചമ്മന്തി അരച്ചിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ അമക്കാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും താങ്ക്